ഒരു കൊച്ചു ബ്രാഹ്മണ ബാലൻ അഖില ലോകങ്ങളെ മൂന്നടി കൊണ്ടളന്ന അത്ഭുതം അതെങ്ങനെ സംഭവിച്ചു? മഹാബലി, അസുരകുലത്തിലെ മഹാനായ ചക്രവർത്തി. അദ്ദേഹം ധർമ്മത്തിന്റെ വഴിയിൽ ഭരണം നടത്തിയെങ്കിലും അഹങ്കാരത്താൽ ദേവന്മാരെ തോൽപ്പിച്ചു തുരത്തി. ദുഃഖിതരായ ദേവന്മാർ വൈകുണ്ഠനാഥന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു പുഞ്ചിരിച്ചു. ഒരു മഹാനിയോഗത്തിന് തുടക്കമായി. വിഷ്ണു വാമനനായി അവതരിച്ചു, ഒരു കൊച്ചു ബ്രാഹ്മണ ബാലനായി. കയ്യിൽ കുടയും മാറിൽ പൂണൂലും മുഖത്ത് ദിവ്യമായ പുഞ്ചിരിയുമായി അദ്ദേഹം മഹാബലിയുടെ യാഗശാലയിലെത്തിയപ്പോൾ രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. ബാല, നിനക്ക് വേണ്ടത് എന്തുമാകട്ടെ ചോദിച്ചോളൂ എന്ന് മഹാബലി അരുളി ചെയ്തു. അതിന് ആ ബാലൻ ശാന്തനായി മറുപടി നൽകി. രാജാവേ, എന്റെ കാലടികളാൽ വെറും 3 അടി മണ്ണ് മാത്രം എനിക്ക് നൽകിയാലും. ഗുരുവായ ശുക്രാചാര്യർ തടഞ്ഞുവെങ്കിലും കൊടുത്ത വാക്ക് പാലിക്കാൻ മഹാബലി ഉറച്ചുനിന്നു. അടുത്ത നിമിഷം ആ ബാലൻ ബ്രഹ്മാണ്ഡമായി വളരാൻ തുടങ്ങി. ത്രിവിക്രമനായി വിശ്വരൂപം പൂണ്ടു. ഒരടികൊണ്ട് ഭൂമിയെ അളന്നു. രണ്ടാമത്തെ അടികൊണ്ട് ആകാശവും സ്വർഗവും കീഴടക്കി. ഇതാ, വെറും 2 അടികൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തെ അടിക്ക് ഇടമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ അഹങ്കാരം വെടിഞ്ഞ് തലകുനിച്ചു. ഭഗവാനെ, എന്റെ ശിരസിൽ പാദം വെച്ചാലും എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. മഹാവിഷ്ണു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും സുതല ലോകത്തിന്റെ രാജാവായി ഉയർത്തുകയും ചെയ്തു. അന്ന് ലോകത്തിന് ബോധ്യമായി, അഹങ്കാരം നശിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കൂ. ഓം നമോ നാരായണായ.